Derivation of Lagrange's equation using principle of virtual work and D'Alembert's principle for degree classes. അപ്പോൾ ആദ്യം ഇത് നേരത്തെയുള്ള പോസ്റ്റിങ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്കും D'Alembert's പ്രിൻസിപ്പിൾ ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് നോക്കാൻ. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ ഒന്ന് നടത്താം. n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതിൽ ഓരോ പാർട്ടിക്കിൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എടുത്ത് അതിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ്, ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് സ്മോൾ എഫ്. അങ്ങനെയെങ്കിൽ ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ടോട്ടൽ ഫോഴ്സ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് എഫ് പ്ലസ് എഫ്. വെക്ടർ ഫോമില ഇത് എഴുതുന്നത് ഞാൻ കഴിഞ്ഞ പോസ്റ്റിംഗ് പറഞ്ഞു. വെക്ടർ സിമ്പിൾ ഇതിന് ഇടാറില്ല, കണ്ടമാനം ടേംസ് ഉള്ളത് കൊണ്ട് നമ്മൾ വെറുതെ അങ്ങ് എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് എഫ് പ്ലസ് എഫ്. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് ദിസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. D'Alembert's പ്രിൻസിപ്പിള് പറയുമ്പോൾ എഫ് ഈക്വൽസ് എം എ എന്നുള്ള എം എയും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട്, എം എക്ക് പറയുന്ന പേര് ഇനേർഷ്യ ഫോഴ്സ് എന്ന, അതും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എഫ് പ്ലസ് എഫ് മൈനസ് എം ആർ ഡബിൾ ഡോട്ട് ഈക്വൽ 0. ഇതിപ്പോൾ മൂന്ന് ഫോഴ്സസാണ്: അപ്ലൈഡ് ഫോഴ്സ്, ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ്, ഇനേർഷ്യ ഫോഴ്സ്, റിവേഴ്സ്ഡ് ഇനേർഷ്യ ഫോഴ്സ്, അത് മൈനസ് എം ആർ ഡബിൾ ഡോട്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാൽ 0. അതിൻ്റെ അർത്ഥം ഈ ഡൈനാമിക്സ് സ്റ്റാറ്റിക്സ് ആയിട്ട് മാറി റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് 0. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ഫോർ ദാറ്റ് ഡെൽറ്റ ആർ ഈസ് മസ്റ്റ് ബി 0. ഫോഴ്സ് 0 ആണ്, വർക്ക് 0 ആയിരിക്കണമല്ലോ. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇവിടെ 0 അപ്പോൾ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്താൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് 0. അപ്പോൾ ആദ്യം D'Alembert's പ്രിൻസിപ്പിൾ ഫോർ എ പാർട്ടിക്കിൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് സ്മോൾ എഫ്, എഫ് പ്ലസ് എഫ് മൈനസ് എം ആർ ഡബിൾ ഡോട്ട് ഈക്വൽ 0. അപ്ലൈയിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് ടു എ സിസ്റ്റം ഓഫ് സച്ച് പാർട്ടിക്കിൾസ്, സിഗ്മ ചെയ്യണം. സിഗ്മ ഓവർ ഐ ഓഫ് എഫ് ഐ മൈനസ് എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ 0. കാരണം വർക്ക് ഫോഴ്സ് ഡോട്ട് ഡെൽറ്റ ആർ ഐ. ഇവിടെ കൺസ്ട്രെയിൻറ്റ്, ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇവിടെ വരുന്നില്ല. കാരണം ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ചെയ്യുന്ന വർക്ക് 0 എന്ന് ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞു. അപ്പോൾ വേർ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് അസ്യൂംഡ് 0. അതിൻ്റെ കാരണമൊക്കെ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ കൺസ്ട്രെയിൻറ്റ് എന്നുള്ള പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സാണ്. 1 to n എത്രയാണെന്ന് വെച്ചാൽ അത്രയും. അപ്പോൾ ഇഫ് ദി സിസ്റ്റം ഹാസ് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദി പൊസിഷൻ ഓഫ് എനി പാർട്ടിക്കിൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് n ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് q1, q2, etc. qn, ആൻഡ് ഇൻ സം കേസസ് ടൈം t. ഇപ്പോൾ ടൈമും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. എങ്കിൽ അത് ഫങ്ഷണൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ആർ ഐ ഇസ് എ ഫങ്ഷൻ ഓഫ് q1, q2, etc. അപ്പോൾ ആർ ഐ ഈക്വൽസ് ഫങ്ഷൻ ഓഫ് ആർ ഐ ഓഫ് q1, q2, etc. qn t. ഇക്വേഷൻ 2, ദിസ് ഈസ് ഇക്വേഷൻ 1. ഇനി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ dRi ബൈ dt ഈക്വൽസ് ഡോ ri ബൈ ഡോ q1 ഇൻറ്റു ഡോ q1 ബൈ ഡോ t പ്ലസ് ഡോ ri ബൈ ഡോ q2 ഇൻറ്റു ഡോ q2 ബൈ ഡോ t പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം ഡോ ri ബൈ ഡോ ടി. അത് ഈ ടൈം ഡെറിവേറ്റീവ് എല്ലാം ഡോട്ട് ഇട്ടാന്നില്ല എഴുതുന്നത്. കൂടാതെ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ ഐ ഈക്വൽസ് ഡോ ആർ ഐ ബൈ ഡോ ക്യു വൺ ഇൻറ്റു ഡെൽറ്റ ക്യു വൺ
plus dou Ri by dou Q2 into delta Q2 plus etc. വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ ടൈം എടുക്കണ്ട, കാരണം വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ഞാൻ കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ പറഞ്ഞ ഒരു ഇമാജിനറി ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അവിടെ ടൈമിന് നമ്മൾ റോളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് വെലോസിറ്റി കാണുന്നു, വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ Riയും കാണുന്നു. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ദി ith പാർട്ടിക്കിൾ Ri ഡോട്ട് ഈക്വൽസ് dou Ri by dou Q1 into Q1 dot plus dou Ri by dou Q2 into Q2 dot plus etc. dou Ri by dou Qn into Qn dot plus dou Ri by dou T. That is equation number 3. അതുപോലെ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ Ri ഈക്വൽസ് dou Ri by dou Q1 into delta Q1 plus dou Ri by dou Q2 into delta Q2 plus etc. dou Ri by dou Qn into delta Qn. Time t does not enter since displacement is virtual. ഈ സെക്കൻഡ് ടേം നമുക്ക് സിഗ്മ ആക്കി എഴുതാം. ഡെൽറ്റ Ri ഈക്വൽ സിഗ്മ ഓവർ ഒരു പുതിയ ഇൻഡെക്സ് നമ്മൾ ഏർപ്പെടുത്തുന്നു J. അത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ എണ്ണത്തിനെ കാണിക്കുന്ന ഇൻഡെക്സാണ്. I എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ എണ്ണത്തിനെ കാണിക്കുന്ന ഇൻഡെക്സാണ്. അപ്പോൾ സിഗ്മ ഓവർ ഇപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ എണ്ണമാണ് ഈ സിഗ്മയെ വരേണ്ടത് ഈ ടേംസിന്. അപ്പോൾ സിഗ്മ ഓവർ J ഈക്വൽസ് 1 to n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അല്ലെ n കോർഡിനേറ്റ്സ് ഉണ്ട്, ഓഫ് dou Ri by dou Qj into delta Qj. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇത് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഫ്രം ഇക്വേഷൻ 3, if we take the partial derivative of Ri dot with respect to Qj dot, so for example dou Ri by dou Q1 dot, dou Ri dot by dou Q1 dot എന്ന് പറയുമ്പോൾ ഇതിനെ Q1 ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ Q1 ഡോട്ട് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻസ് അങ്ങ് 0 ആകും. അപ്പോൾ dou Ri by dou Q1 ഡോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് dou Ri by dou Q1. അതുപോലെ dou Ri ഡോട്ട് by dou Q2 ഡോട്ട് എന്ന് പറഞ്ഞാൽ dou Ri by dou Q2 ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 3, if we take the partial derivative of Ri dot with respect to Qj dot, J equals 1, 2, 3, etc. n. അപ്പോൾ dou Ri by dou Q1 dot equals dou Ri by dou Q1 etc. ഇപ്പോൾ ജനറൽ ടേം എഴുതുമ്പോൾ dou Ri by dou Qj dot equals dou Ri by dou Qj. That is equation number 5. In second term of equation 1 combining with equation 4, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 1ൻ്റെ സെക്കൻഡ് ടേം mi Ri ഡോട്ട് ഡെൽറ്റ Ri ഇക്വേഷൻ 3യിൽ നിന്നെടുക്കാം. ഇക്വേഷൻ 4 എടുക്കുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ Ri ഡോട്ട് സിഗ്മ എടുക്കുന്നില്ല. ഇക്വേഷൻ 1ലെ സെക്കൻഡ് ടേം Ri ഡോട്ട് ഡെൽറ്റ R1, ഈ ടേം Ri ഈ സിഗ്മ എടുക്കാതെ mi Ri ഡബിൾ ഡോട്ട് ഡെൽറ്റ Ri. ആ ഡെൽറ്റ Ri എന്ന് പറയുന്നത് ഇത് ഇക്വേഷൻ 4. അപ്പോൾ ഇവിടെ ഒരു സിഗ്മ കയറി വരും, ജെയുടെ സിഗ്മ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് mi Ri ഡബിൾ ഡോട്ട് ഡെൽറ്റ Ri ഈക്വൽ സിഗ്മ ഓവർ ജെ mi Ri ഡബിൾ ഡോട്ട് ഡെൽറ്റ Ri എന്ന് പറയുമ്പോൾ അതിൻ്റെ സിഗ്മ ഇത് dou Ri by dou Qj into delta Qj. Equation 6. Let us consider derivative of this, അതായത് d by dt of mi Ri dot dou Ri by dou Qj. ഇത് പ്രോഡക്റ്റ് റൂൾ വെച്ചൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ mi Ri dot first into derivative of second plus second into derivative of first. അപ്പോൾ mi Ri
dot d by dt of dou ri by dou qj plus mi ri double dot ഇതിൻ്റെ ഡെറിവേറ്റീവ് into dot this dou ri by dou qj പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുക ഫ്രം വിച്ച് mi ri double dot dot ഈ ടൈം ഇഞ്ഞെടുക്കുക dou ri by dou qj equals this minus this d by dt of mi ri dot dot dou ri by dou qj minus mi ri dot dot d by dt of dou ri by dou qj. ഇക്വേഷൻ 5 മുമ്പേ എടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് dou ri by dou ri dot by dou qj dot equals dou ri by dou qj. ഇതാണ് ഇക്വേഷൻ 5. അത് ഇക്വേഷൻ 7ൻ്റെ ഫസ്റ്റ് ടേമിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ ചേഞ്ച് ദി ഓർഡർ ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ ദി സെക്കൻഡ് ടേം. ഇവിടെ ഡി ബൈ ഡി ടി ആദ്യം ക്യൂ ജെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റുക. ആദ്യം ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പി. അപ്പോൾ ഇത് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ഡി ആർ ഐ ബൈ ഡി ടി എന്ന് വരും. അതായത് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ആർ ഐ ഡോട്ട് എന്ന് എഴുതാം. ഇവിടെ ഓർഡർ ഓഫ് ഡിഫറൻസിയേഷൻ മാറ്റിയാൽ. അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് ഇക്വേഷൻ 7 ഇത് അപ്ലൈ ചെയ്യുക. ചേഞ്ച് ദി ഓർഡർ ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ ദി സെക്കൻഡ് ടേം ഓഫ് ഇക്വേഷൻ 7. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഈക്വൽസ് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ ഡോട്ട് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാമത്തെ ഓർഡർ ഓഫ് ഡിഫറൻസിയേഷൻ സെക്കൻഡ് ടൈമിൽ മാറ്റുമ്പോൾ എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഈക്വൽസ് എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ ഡോട്ട് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ടിയുടെ ഡിഫറൻഷിയേറ്റ് സെക്കൻഡായിട്ട് എടുത്തു. യൂസ് ഇക്വേഷൻ 6 വിത്ത് മോഡിഫൈഡ് 7. അപ്പോൾ ഇവിടുന്ന് എം ആർ ഐ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ എന്നുള്ളത് എം ആർ ഐ ഡബിൾ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ എന്നുള്ളത് നമ്മൾ ഡെൽറ്റ ആർ ഐ എന്ന് എഴുതുന്നു ബൈ ഡോ ക്യൂ ജെ ഈക്വൽസ് ഇത് ഇക്വേഷൻ 7 ഇത് മോഡിഫൈ ചെയ്തത്. ഈ ടേംസ് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി ബൈ ഡി ടി ഓഫ് എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ മൈനസ് എം ഐ ആർ ഐ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ ഡോട്ട് ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. ഇനി ഇത് നമുക്ക് കോമൺ ഈ ഓപ്പറേറ്റേഴ്സ് വെവ്വേറെ മാറ്റി എഴുതാം. മാത്രമല്ല എക്സ് ഡോട്ട് എക്സിൻ്റെ ഒക്കെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷ്യൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ എം ഐ ആർ ഐ ഡോട്ട് ആർ ഐ ഡബിൾ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഈക്വൽസ് അത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എല്ലാം കമ്പൈൻ ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ഹാഫ് എം ആർ ഐ ഡോട്ട് ഡോട്ട് ആർ ഐ ഡോട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് തന്നെ കിട്ടും. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷ്യൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് എം ആർ ഐ ഡബിൾ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽസ് ഇതങ്ങ് ഡെൽറ്റ ക്യൂ ജെ ഒക്കെ ആർ ഐ ഡോട്ട് ആർ ഐ ഡോട്ട് ഈസ് ആർ ഐ ഡോട്ട് സ്ക്വയർ ഇൻറ്റു ഇതിവിടെ വരുമ്പോൾ ഡെൽറ്റ ക്യൂ ജെ എന്ന് കൊടുക്കുക. അപ്പോൾ എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽസ് ഇതിൻ്റെ സിഗ്മ ഓവർ ജെ. ആ ഡെൽറ്റ ആർ ഐ സിഗ്മ വരുന്നുണ്ട്. പ്ലസ് സിഗ്മ ഓവർ ജെ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ half mi, this is ri dot square. ഈ ഡോട്ട് ഡെൽറ്റ ആർ ഐയുടെ
സിഗ്മ ജെയുടെ സിഗ്മ വരുന്നുണ്ട്, അതാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. ഇനി സമ്മിങ് ഓവർ ദി ഐ പാർട്ടിക്കിൾസ്, ഐ എന്ന് പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ എണ്ണം. അപ്പോൾ എല്ലാ പാർട്ടിക്കിളിനും കൂടെ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ സിഗ്മ ഓവർ ഐ ഓഫ് എം ഐ ആർ ഐ ഡബിൾ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽസ് 2 സിഗ്മ വരും. അതിൽ ഐയുടെ സിഗ്മ ഇതിന് മാത്രം കൊടുത്താൽ മതി. ഇത് ജെയുടെ സിഗ്മയാണ്. ഐയുടെ സിഗ്മ കൊടുക്കുമ്പോൾ സിഗ്മ ഓവർ ഐ ഓഫ് ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ. ഇത് ഐയത്ത് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ സിഗ്മ ഓവർ ഐ ഓഫ് ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ നമുക്കിത് സിഗ്മ ഓവർ ജെ, അപ്പോൾ സിഗ്മ ഓവർ ഐ ഇതും കൂടെ ചേർന്നിട്ട് ടി ആവുന്നത്. അപ്പോൾ സിഗ്മ ഓവർ ജെ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഈ ടി അകത്തോട്ട് കാലോ ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂ ജെ. ദറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 8. ഇനി ഫസ്റ്റ് ടേം ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലെ ഫസ്റ്റ് ടേം എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ. വിത്ത് സിഗ്മ ഓവർ ഐ ഓഫ് എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ സിഗ്മ ഓവർ ഐ ഓഫ് എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ. ഇക്വേഷൻ 4 അനുസരിച്ച് സിഗ്മ ഓവർ ജെ ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ജെ ഇൻറ്റു ഡെൽറ്റ ക്യൂ ജെ. This can be written as sigma over j of sigma over I of fi dot dou ri by dou qj into delta qj. ഇത് കഴിഞ്ഞ പോസ്റ്റ് ഞാൻ പറഞ്ഞത് ഇത് ജനറലൈസ്ഡ് ഫോഴ്സ് ആണ്, ക്യാപിറ്റൽ ക്യൂ ജെ. സോ സിഗ്മ ഓവർ ഐ ഓഫ് fi dot delta ri ഈക്വൽ സിഗ്മ ഓവർ ജെ ഓഫ് ക്യൂ ജെ ഡെൽറ്റ ക്യൂ ജെ, where Qj equals this much, that is the generalized force. ഇത് ഇക്വേഷൻ 9, ഇത് ഇക്വേഷൻ 8. 8ഉം 9ഉം കൂടെ എടുത്ത് ഇക്വേഷൻ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഇത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ 8 and 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ ഓവർ ജെ ഓഫ് ഡി ബൈ ഡി ടി. അതിപ്പോൾ ഓർഡർ മാറ്റി എ മൈനസ് ബി ഈക്വൽ 0 എന്നുള്ളത് ബി മൈനസ് എ ഈക്വൽ 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ സിഗ്മ ഓവർ ജെ ഓഫ് ഇത് ഈ ഇവിടെ ഈ എ മൈനസ് ബി ഈക്വൽ 0 അത് നമുക്ക് തിരിച്ച് ഒന്ന് എഴുതുന്നു. ബി മൈനസ് എ ഈക്വൽ 0 എന്ന് എഴുതിയുള്ള ദോഷമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഫോമിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സിഗ്മ ഓവർ ജെ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ into delta qj minus sigma over j of capital Qj delta qj equals 0. Rewrite ചെയ്ത sigma over j of d by dt of dot t by dot qj dot minus dot t by dot qj minus qj, രണ്ട് സിഗ്മയും ജെയുടെ സിഗ്മയും അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാം, ഇൻറ്റു ഡെൽറ്റ qj ഈക്വൽ 0. ഇനിയും ചെയ്യുന്നത് ഈ ഡെൽറ്റ ക്യൂ ജെ n എണ്ണം ഉണ്ട്. അതിലൊരു ഡെൽറ്റ ക്യൂ ജെ ഒരെണ്ണം നോൺ സീറോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ നോൺ സീറോ ആയിട്ട് എടുക്കുന്നു, ബാക്കിയുള്ള എല്ലാം 0 എന്നങ്ങ് എടുക്കുന്നു. ഇപ്പോൾ നോൺ സീറോ ആയിട്ട് ഡെൽറ്റ ക്യൂ ജെ എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ ഈ ബ്രാക്കറ്റ് 0 ആവണം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഇനി പറയുന്നത്. By singling out delta q different from 0, ഒരു ഡെൽറ്റ ക്യൂ 0 അല്ല എന്നൊരു ഡെൽറ്റ ക്യൂ നോൺ സീറോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ലെറ്റിംഗ് അതർ ഡെൽറ്റ ക്യൂസ് 0. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആ ബ്രാക്കറ്റിനകത്തുള്ള 0 ആണ്. ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ മൈനസ് ക്യൂ ജെ ഈക്വൽ 0. ഇനി മറ്റൊരു ഡെൽറ്റ ക്യൂ ഇതുപോലെ നോൺ സീറോ സങ്കല്പിക്കുന്നു, ബാക്കിയെല്ലാം 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ n ഇക്വേഷൻസ് ഫോം ചെയ്യാം ഇതേ ഫോമിൽ. അപ്പോൾ ബൈ റിപ്പീറ്റിംഗ് ദി പ്രൊസീജിയർ എ സിമിലർ ഇക്വേഷൻ ക്യാൻ ബി ഫോംഡ് ഫോർ ദി n കോർഡിനേറ്റ്സ്. അതാണ് കേസ്. ഇതിപ്പോൾ കൈനറ്റിക് എനർജി ആയുള്ളൂ. ഇപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വരും. നമുക്കറിയാം ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സ്, അപ്പോൾ ഇൻ ദി കേസ് ഓഫ് കൺസർവേറ്റീവ് സിസ്റ്റം ക്യൂ ജെ, ജനറലൈസ്ഡ് ഫോഴ്സ് ക്യൂ ജെ ഈക്വൽസ് മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ.
where V is the potential energy function, which is a function of position only, Qj only. അപ്പോൾ Qj ഡോട്ട് കൊണ്ട് വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ടിയുടെ സ്ഥാനത്ത് ഇവിടെ Qj ഡോട്ടാണ്. Qj ഡോട്ട് പറയുമ്പോൾ വി ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഈ ടിയുടെ സ്ഥാനത്ത് വേണം ടി മൈനസ് വി എന്നങ്ങ് എഴുതാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ Qj ഡോട്ട് ഓഫ് ടി മൈനസ് വി, ഇതിൻ്റെ ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് Qj ഡോട്ട് 0യാണ്. അപ്പോൾ ഇത് തന്നെ ഇത് മൈനസ് ഡോ ടി ബൈ ഡോ Qj മൈനസ് Qj ഈസ് ദിസ്. അപ്പോൾ ഇത് പ്ലസ് ആകും. അപ്പോൾ കോമൺ ആയിട്ട് രണ്ടും Qj ഡിഫറൻഷ്യൽ വേരിയബിളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ Qj ഡോട്ട് ഓഫ് ടി മൈനസ് വി മൈനസ് ഓഫ് ഡോ ടി ബൈ ഡോ Qj മൈനസ് ഡോ വി ബൈ ഡോ Qj ഈക്വൽ 0. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇതും ടി മൈനസ് ഡോ ബൈ ഡോ Qj ഓഫ് ടി മൈനസ് വി, ടി മൈനസ് വിക്ക് നമ്മൾ L എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫൈനലായിട്ട് കിട്ടുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ Qj ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ Qj ഈക്വൽ 0, വേർ L ഈക്വൽസ് ടി മൈനസ് വി, known as the Lagrangian or Lagrange function. ഇതാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ. ബാക്കി ഈ കൂടുതൽ ഡിസ്കഷൻസ് പുറകെ വരും. താങ്ക് യു.